സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാലഹാ, ആരെങ്കിലും ആ ദിക്ർ രാത്രി നേരം മൂഖിനൻ ബിഹാ, മഗ്രിബായതിന്റെ ശേഷം മനസ്സുറപ്പിച്ചുകൊണ്ട്, പാപമോചനങ്ങളുടെ നേതാവെന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയുന്നത്. നിങ്ങളത് അറിയുന്നവരാണ്, ചൊല്ലുന്നവരാണ്. എന്നാലും ഒന്നുകൂടെ ഈ മജ്‌ലിസിനെ മുൻനിർത്തി അല്ലാഹുവിനോട് റഹ്മത്ത് വേണമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കാരുണ്യവാൻ അല്ലാഹു ഒരു ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസമില്ലാത്ത സമൃദ്ധമായ റഹ്മത്ത് നമ്മുടെ നാടുകളിലേക്ക് അവൻ ഇറക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാനും ചില വരികളെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുകയും ഫമാത ഖബ്ലൽ ഫജ്ർ, സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് മരിക്കുകയും ചെയ്താൽ, ഈ പറഞ്ഞ മനുഷ്യൻ മനസ്സുറപ്പിച്ചു പറഞ്ഞ വാക്കുകളാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗപ്രവേശം ഉറപ്പാണത്രേ. ഈ പറയാവുന്ന ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ചൊല്ലുന്നത് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം, സുബ്ഹിയായതിന്റെ ശേഷമാണ്. ആ മനുഷ്യൻ മഗ്രിബാകുന്നതിന്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ, ആ മനുഷ്യൻ പറഞ്ഞ ഈ ദിക്ർ മനസ്സുറപ്പിച്ചു പറഞ്ഞ വാക്കുകളാണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗപ്രവേശം ഉറപ്പാണെന്ന് പറഞ്ഞ ഒരു ദിക്ർ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിങ്ങുന്ന, ഹ്യൂമിഡിറ്റിയുള്ള, ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സസ്യലതാദികൾക്ക് വേണ്ടി, കൃഷിയിടങ്ങൾക്ക് വേണ്ടി നമുക്ക് അല്ലാഹുവിനോട് മുൻനിർത്തി ചോദിക്കാം. അനസ് റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ എല്ലാവരും ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എന്റെ രക്ഷിതാവാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റാരും അർഹനായൊരു മഅബൂദില്ല തമ്പുരാനെ. ഖലഖ്തനീ, നീയാണ് എന്നെ പടച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ ദാസിയാണ്. وأنا على عهدك ووعدك ما استطعت, നീ എന്നോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും തമ്പുരാനെ. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾ, എന്റെ നാവ് കൊണ്ട് ചെയ്തത്, മനസ്സുകൊണ്ട് ചെയ്തത്, ശരീരം കൊണ്ട് ചെയ്തത്, കണ്ണുകൊണ്ട് ചെയ്തത്, ചിന്ത കൊണ്ട് ചെയ്തത് എല്ലാം അല്ലാഹുവേ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു. നിന്നോടതിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഉഖിറു ലക, ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. വഅബൂഉ ബിദംബി, നിന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം പകരമായി ഞാൻ നിനക്ക് തന്നത് കുറെ പാപങ്ങളാണ് പടച്ചവനെ. നീ കണ്ണ് തന്നു, കണ്ണ് കാണാത്തവന്റെ വിഷമം അവർക്കേ അറിയൂ. പ്രവർത്തിക്കുന്ന ഹൃദയം തന്നു, കിഡ്നി തന്നു, മസ്തിഷ്കം തന്നു, കൈകാലുകൾ തന്നു. അല്ലാഹുവേ, ഇതിനൊക്കെ പകരം ഞാൻ നിനക്ക് തന്നത് എന്താണ്? പാപങ്ങൾ. സ്കരിക്കണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തില്ല. കളവ് പറയരുതെന്ന് പറഞ്ഞു, നോക്കരുതെന്ന് പറഞ്ഞിടത്തേക്ക് നോക്കി. പറയരുത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു റബ്ബേ. നീ പാടില്ലെന്ന് പറഞ്ഞത് മുഴുവൻ ഞാൻ ചെയ്തു, ഞാനത് സമ്മതിക്കുന്നു റബ്ബേ. അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം സമ്മതിക്കുന്നു റബ്ബേ. അതിന് പകരം ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഫഗ്ഫിർലി, എനിക്ക് മാപ്പുതാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല പടച്ചവനെ.
ഈ ദിക്റാരെങ്കിലും മനസ്സുറപ്പിച്ച് പകല് ചൊല്ലിയാൽ രാത്രിക്ക് മുമ്പ് മരിച്ചാൽ മരണം സ്വർഗം ഉറപ്പാണത്രേ. രാത്രി ചൊല്ലി സുബ്ഹിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം